നമ്മളിപ്പം നോർമൽ വാഷിങ്ങും അതേപോലെ ഇന്റീരിയർ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം വിത്തൗട്ട് സ്റ്റീമിൽ ഒരു വണ്ടിക്കകത്ത് കാണിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്യാൻ പോകുന്നത് സ്റ്റീമിങ്, അതായത് സ്റ്റീമിൻ്റെ എല്ലാ സർവീസസും നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്ത് കാണിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഈ സ്റ്റീം ഇൻറ്റീരിയർ സൈഡിൽ എവിടെയൊക്കെ ഉപയോഗിച്ച് കൂടാ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ AC വെൻ്റ്, ഡാഷ്ബോർഡ്, ഡോർ പാഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഡിസ്ഇൻഫെക്ഷനാണ്. അതായത് നമ്മളിപ്പം കെമിക്കൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ അത്രയ്ക്ക് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, മെയിനായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഡിസ്ഇൻഫെക്ഷനാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് AC വെൻറ്റിനകത്ത് ചെയ്യുമ്പോൾ AC വെൻറ്റിനകത്ത് അഴുക്കുകൾ, അതേപോലെ AC വെൻറ്റിനകത്തുള്ള സ്മെല്ല് കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഡാഷ്ബോർഡ്, ഡോർ പാഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. റൂഫ്, സീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതെല്ലാം കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിപ്പോൾ AC വെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ AC വെൻറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AC വെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട്, സ്റ്റീമാണ് ഏറ്റവും കൂടുതൽ, സ്റ്റീം കൂട്ടിയിട്ടുണ്ട് വേണം നമ്മൾ ചെയ്യാൻ. വാട്ടർ ഒരുപാടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക്, കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റിലിരിക്കുന്നുണ്ട്, ഈ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ ഈ ബോഡിക്കകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പാർട്സിലെല്ലാം ഡ്രോപ്സ് ആയിട്ട് വീണിട്ട് അവിടെ ചെറിയ ചെറിയ മാർക്സ് വരും. അതുകൊണ്ട് നമ്മൾ വാട്ടർ ഫുള്ള് കുറച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അതിപ്പം നമ്മുടെ ഈ AC വെൻ്റ് ആയാലും നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ, നമ്മുടെ ഡാഷ്, ഡോർ പാഡ്സും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ സൈഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റീം കൂട്ടിയിട്ടുകൊണ്ട് വാട്ടറിൻ്റെ അളവ് വളരെ കുറച്ചിടുക, ഏറ്റവും ലോയിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ഡ്രോപ്സിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ. വാട്ടർ ഡ്രോപ്സ് നിന്നിട്ട് മാർക്കായിട്ട് അത് കംപ്ലയിൻസ് ആവും. അപ്പം കസ്റ്റമർ ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പം നമ്മൾ സ്റ്റീം വളരെ കൂട്ടിയിട്ടുകൊണ്ട് വാട്ടറിൻ്റെ അളവ് കുറച്ചിട്ടേക്കുവാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാകാൻ കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഒരു കുറച്ച് തുള്ളി വെള്ളം വീഴും എന്തായാലും. അത് എല്ലാ സ്റ്റീമറിൻ്റെ ഉള്ളൊരു കുഴപ്പമല്ല, അത് സ്റ്റീമർ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു വീഴുന്ന വെള്ളം സ്പോട്ടിൽ തന്നെ നമ്മൾ വൈപ്പ് ചെയ്തെടുത്തേക്കണം. അത് അവിടെ നിൽക്കാനുള്ളൊരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വീഴും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ AC വെൻറ്റ് ചെയ്യാൻ പോവാണ്. AC വെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമർ ഉണ്ട് എൻ്റെ കയ്യിൽ. അതുപോലെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്യുക. ഓരോ AC വെൻറ്റിലും നമ്മൾ സ്റ്റീം അടിച്ചു കൊടുക്കുക. ഓരോ AC വെൻറ്റിലും നമ്മൾ സ്റ്റീം അടിച്ച് ക്ലീൻ ചെയ്തെടുക്കും. അതേപോലെ നമ്മുടെ എല്ലാ AC വെൻറ്റും ഓപ്പൺ ആണോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ മാർക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളം അകത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്ലോത്ത് മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, AC വെൻറ്റിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അകത്തോട്ട് പോകത്തില്ല. അതേപോലെ വാട്ടർ മാർക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റും. മറ്റ് AC വെൻസിലൂടെ എല്ലാം നമ്മുടെ ഈ സ്റ്റീം വരുന്നുണ്ട്. ഇത് കാരണം നമുക്ക് ഇതിനകത്തുള്ള സ്മെല്ലും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാ AC വെൻറ്റിലും നമ്മൾ ചെയ്യണം. പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡോറെല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് ഒരു ഡോർ മാത്രം ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതായത് നമ്മൾ ഈ നോസിലെടുത്ത് അകത്തേക്ക് ഇടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു ഡോർ മാത്രം ഓപ്പൺ ചെയ്തിടുക. ബാക്കി ഡോറെല്ലാം ക്ലോസ് ആയിരിക്കണം. അതേപോലെ വിൻഡോയും. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഈ സ്റ്റീം ഈ വണ്ടിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് അണുക്കളെല്ലാം മാറിക്കിട്ടത്തുള്ളൂ. അണുക്കൾ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചെയ്യുന്നത്.